ഹായ് മക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജലവും മണ്ണും എന്ന ഭാഗത്തിലെ മണ്ണ് എന്ന ഭാഗമാണ്. ജലം പാർട്ട് 1 വീഡിയോ ആയിട്ടും മണ്ണ് പാർട്ട് 2 വീഡിയോ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിനി മണ്ണ് എന്ന ഭാഗത്തിലേക്ക് പോകാം. മണ്ണിൻ്റെ പ്രാധാന്യം. ഈ ചിത്രത്തിലേക്ക് നോക്കും മക്കൾ. ഇവിടെ 3 ചിത്രങ്ങളാണുള്ളത് അല്ലേ? ഒന്ന് മുള്ളൻപന്നിയുടേത്, രണ്ടാമത്തേത് മുളച്ച് വരുന്ന വിത്തിൻ്റേത്, മൂന്നാമത്തേത് മണ്ണിരയുടേത്. അപ്പം ആദ്യ ചിത്രത്തിൽ മനസ്സിലായ മുള്ളൻപന്നി പറയുകയാണ്, മണ്ണിലെ മാളങ്ങളിലാണ് ഞങ്ങളുടെ താമസം. അപ്പം രണ്ടാമത്തെ മുളച്ച് വരുന്ന വിത്ത് പറയുകയാണ്, മണ്ണിലായിരുന്ന ഞാൻ ജലം ലഭിച്ചപ്പോൾ പുറത്തു വന്നു. മൂന്നാമതായി മണ്ണിര പറയുകയാണ്, ഞാൻ എന്നും മണ്ണിൽ തന്നെ. അല്ലേ? അങ്ങനെ 3 ചിത്രങ്ങൾ ആണുള്ളത്. അതിൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അടുത്ത, മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? എന്തെല്ലാം പ്രയോജനങ്ങളാണെന്ന് നമുക്ക് നോക്കാം. നിരവധി ജീവികളുടെ വാസസ്ഥലമാണ് മണ്ണ്. ഈ ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. സസ്യങ്ങൾ മണ്ണിലാണ് വളരുന്നത്. സസ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളവും പോഷകങ്ങളും സസ്യങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഇനി നമുക്കോ, മനുഷ്യർക്കോ എന്തൊക്കെ ഗുണങ്ങളാണ് മണ്ണ് കൊണ്ടുള്ളത്? അല്ലേ? കൃഷിക്ക് വേണം അല്ലേ? മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ മണ്ണ് വേണം. പാത്രങ്ങൾ, ഓട് തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് മണ്ണ് വേണം. വീട് നിർമ്മാണത്തിന്, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ഇതെല്ലാം മണ്ണ് കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം മനുഷ്യർക്കും ജന്തുക്കൾക്കും ഒക്കെ എല്ലാം സസ്യങ്ങൾക്കായാലൊക്കെ മണ്ണ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? രൂപങ്ങൾ നിർമ്മിക്കാം. ഈ ചിത്രം കണ്ടില്ലേ? ഇതിൽ ഒരുപാട് രൂപങ്ങൾ കാണുന്നില്ലേ മക്കൾ? ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്നറിയോ? ഇതൊക്കെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കി നോക്കാം അല്ലേ മക്കളപ്പോൾ? ചെറിയ രൂപങ്ങളൊക്കെ കളിമണ്ണ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ നിർമ്മിച്ച കളിമൺ രൂപങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കൂ. നിങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നിറം അല്ലേ മക്കൾ? ഏത് നിറത്തിലുള്ള മണ്ണാണ് ഉപയോഗിച്ചതെന്നുള്ളത് എഴുതണേ. തരികളുടെ വലിപ്പം കുറവാണ്, പിന്നെ പശിമയുള്ളതുമാണ് അല്ലേ? പശിമയുള്ളതും തരിവലിപ്പം കുറഞ്ഞ മണ്ണുമാണ് രൂപങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തുമുള്ള മണ്ണ് ഒരുപോലെയാണോ? അല്ലല്ലേ? നമ്മുടെ പരിസരത്ത് വ്യത്യസ്തമായ മണ്ണുണ്ട് അല്ലേ? പല നിറത്തിലുള്ള അല്ലേ? നിറം തന്നെ വ്യത്യാസമാണ്. പല നിറത്തിലുള്ള മണ്ണ് കാണാം. പിന്നെ അതിൻ്റെ ഗുണം, പല ഗുണത്തിലുള്ള മണ്ണുണ്ട് അല്ലേ? ജൈവ ഗുണമുള്ള കൂടുതലുള്ള മണ്ണുകൾ, അല്ലാത്തതൊക്കെ ആയിട്ടുള്ള മണ്ണുകളും ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ വലിപ്പം, ചിലത് ചരൽ മണ്ണുകളായിരിക്കും അല്ലേ? ചിലത് പൂഴിമണ്ണ് പോലത്തെ മണ്ണായിരിക്കും. ചിലത് ഇങ്ങനെ പശിമയുള്ള തരത്തിലുള്ള മണ്ണുണ്ടാവും. അപ്പം അങ്ങനെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും മണ്ണ് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ? ചുറ്റുവട്ടത്തും പല നിറത്തിലും ഗുണത്തിലൊക്കെ ആയിട്ട് വ്യത്യസ്തമായ മണ്ണാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളത്. സ്കൂൾ മുറ്റം, മരച്ചുവട്, ജൈവ വൈവിധ്യ ഉദ്യാനം, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു നോക്കൂ. പട്ടിക പൂർത്തിയാക്കൂ. അപ്പം മക്കൾ മണ്ണ് ശേഖരിച്ച സ്ഥലം, ഇനിയിപ്പോൾ മണ്ണിൻ്റെ നിറം, മറ്റ് പ്രത്യേകതകൾ ഇതൊക്കെ ഈ കോളങ്ങളിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് മണ്ണ് ശേഖരിച്ചിരിക്കുന്നത്? സ്കൂൾ മുറ്റം, മരച്ചുവട്, ഉദ്യാനം, കളിസ്ഥലം അല്ലേ? അവിടെ നിന്നൊക്കെ ശേഖരിച്ച മണ്ണ്, അതിൻ്റെ നിറം എന്താണെന്ന് അതിൻ്റെ അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ആ കോളത്തിലും രേഖപ്പെടുത്തണേ. അപ്പം സ്കൂൾ മുറ്റം, മരച്ചുവട്, ഉദ്യാനം, കളിസ്ഥലം ഇവിടെ നിന്നൊക്കെയാണ് മണ്ണ് ശേഖരിച്ചത്. അപ്പോൾ അതിൻ്റെ നിറം എന്തായിരിക്കും എന്നുള്ളത്? ചുവപ്പാകാം, കറുപ്പാകാം, കാപ്പിയാകാം, ഇങ്ങനെ പല നിറത്തിലുള്ളതാവാം. അത് ഈ മണ്ണിൻ്റെ നിറം എന്നുള്ള കോളങ്ങളിൽ രേഖപ്പെടുത്തുക. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് ഉദ്ദേശിക്കുന്നത് തരിയുടെ വലിപ്പം കൂടുതലാണോ കുറവാണോ, പശിമയുള്ളതാണോ അല്ലെ ചരൽ കലർന്നതാണോ, അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകളാണോ ഇതിനുള്ളത്, അത് മണ്ണിനുള്ളത്, അതാണ് ഈ മറ്റു പ്രത്യേകതകൾ എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. പിന്നെ നിങ്ങൾ ശേഖരിച്ച മണ്ണിനങ്ങളെല്ലാം ഒരേ നിറത്തിലുള്ളതാണോ? അല്ലല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ പല നിറത്തിലുള്ള മണ്ണ് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച മണ്ണിന് വ്യത്യാസമുണ്ടായിരിക്കും അല്ലേ? സ്കൂൾ മുറ്റാലും മരച്ചുവിടാലും
ഉദ്യാനമായാലും കളിസ്ഥലമായാലും പല സ്ഥലങ്ങളിലും അതിൻ്റെ നിറത്തിന് ഒക്കെ വ്യത്യാസമുണ്ടാവും അല്ലേ. പിന്നെ തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? അതും ഉണ്ടാവും അല്ലേ. പല ഇതിലുള്ള വലുപ്പത്തിലുള്ള തരികളായിരിക്കും മണ്ണിനുണ്ടാവുക അല്ലേ. അങ്ങനെയുള്ള മണ്ണായിരിക്കും ഉണ്ടാവുക. ഈ കണ്ടെത്തലുകളെല്ലാം മക്കൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. മണ്ണിൻ്റെ കഥ. മണ്ണ് കഥ പറയുന്ന രൂപത്തിലായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ കഥ എന്ന്. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഞാനാണ് മണ്ണ്. ഞാൻ പലതരത്തിലും പല വിധത്തിലുമുണ്ട്. ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. അപ്പം മണ്ണ് കഥ പറഞ്ഞ കേട്ടില്ലേ. മണ്ണ് എങ്ങനെയാണ് ഇങ്ങനെയായിപ്പെട്ടതെന്നുള്ളത് കഥയാണ് പറഞ്ഞത്. അപ്പം നോക്കിക്കോ, മണ്ണിൻ്റെ കഥ തുടക്കം വായിച്ചല്ലോ അല്ലെ. തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തേക്കാണ്. മണ്ണുണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. അപ്പം മക്കൾ എങ്ങനെയാണ് മണ്ണ് ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നതിൻ്റെ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തണേ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് മണ്ണിൻ്റെ കഥ പൂർത്തിയാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. അപ്പം ആ കഥയൊക്കെ ഒന്ന് കുറച്ചുകൂടി നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തി എന്തൊക്കെയാണ് മണ്ണിൻ്റെ പ്രത്യേകതകൾ, അതിനെന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടെത്തി കൂട്ടുകാരുമായി ചർച്ച നടത്തി പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. അപ്പം മണ്ണിൻ്റെ കഥ കേട്ടില്ലേ. അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മണ്ണിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടെത്തി എന്തൊക്കെയാണ് കൂടുതലുള്ളത് എന്ന് നിങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എല്ലാം നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ മണ്ണിനെ പറ്റി നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള പാറകൾ പൊടിഞ്ഞിട്ടുള്ള പൊടിയും ദ്രാവകങ്ങളും മറ്റു ലവണങ്ങളും എല്ലാം ചേർന്ന ഒരു മിശ്രിതമാണ് മണ്ണ്. ഇങ്ങനെ മണ്ണുണ്ടാകാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഇങ്ങനെ ഉണ്ടാകുന്ന മണ്ണിൽ ജീവികളുടെയും സസ്യങ്ങളുടെയും സാന്നിധ്യം മണ്ണിൻ്റെ പലതരത്തിലുള്ള ഗുണങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. ചില പ്രവർത്തനങ്ങൾ മണ്ണിനെ കൂടുതൽ ജീവനുള്ളതും ഫലപുഷ്ടമുള്ളതും ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നു. നമ്മുടെ സംസ്ഥാനത്ത് എത്ര തരം മണ്ണുകളുണ്ടെന്ന് മക്കൾക്കറിയോ? പ്രധാനമായും 8 തരത്തിലുള്ള മണ്ണിനങ്ങളുണ്ട്. തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, കരിമണ്ണ്, വെട്ടുകല്ല് മണ്ണ്, ചെമ്മണ്ണ്, മലയോര മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്, വനമണ്ണ് എന്നിവയാണവ. അപ്പോൾ ഇതൊക്കെ മക്കൾ മനസ്സിലാക്കി വെക്കണേ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസര പഠനത്തിൽ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എല്ലാം കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കാൻ വേണേ. മണ്ണിനുള്ളിൽ എന്തെല്ലാം? ഇതൊന്ന് നോക്കിക്കേ. മണ്ണിനുള്ളിൽ കഴിയുന്ന ജീവികൾ ഏതെല്ലാം? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഏതെല്ലാമെന്ന്. ഉറുമ്പ്, ചിതൽ, പഴുതാര, കുഴിയാന, പിന്നെ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ. അങ്ങനെ നിരവധി ജീവികൾ മണ്ണിൽ കഴിയുന്നുണ്ട് അല്ലേ. പിന്നെ ഒരുപാട് ജീവികൾ മണ്ണിൽ കഴിയുന്നുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും അല്ലാത്തതുമായ ജീവികൾ മണ്ണിലുണ്ട്. അതാണ് പറയുന്നത്. ഹാൻഡ്ലെൻസ് ഉപയോഗിച്ച് സ്കൂൾ പരിസരത്തെ മണ്ണ് നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു. ഹാൻഡ്ലെൻസ് ഉപയോഗിച്ചിട്ട് മണ്ണ് നോക്കിയാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ജീവികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മക്കൾ കണ്ടെത്തണേ. ഇവയ്ക്കാവശ്യമായ ഭക്ഷണം, ജലം, വായു എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് എവിടെയായിരുന്നായിരിക്കും? തീർച്ചയായും മണ്ണിൽ നിന്ന് തന്നെ അല്ലേ. മണ്ണിൽ നിന്ന് തന്നെയാണ് ഇവയ്ക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നത്. ഇതൊക്കെ അറിയുന്നതിനായി കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കേ. മണ്ണിലെ വായു. ഇതൊരു ചെറിയ പരീക്ഷണമാണ്. മണ്ണിൽ വായു ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ചെറിയ പരീക്ഷണം. എങ്ങനെ കണ്ടെത്താം? ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് മൺകട്ടകൾ ഇടുക. എന്താണ് സംഭവിക്കുന്നത്? കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കും. എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും വേണേ. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ചെറിയ മൺകട്ടകൾ ഇടുമ്പോൾ, വെള്ളത്തിലിടുമ്പം ചെറിയ ചെറിയ കുമിളകൾ പുറത്തേക്ക് വരുന്ന കാണാം അല്ലേ. മക്കൾക്ക് അങ്ങനെയാണോ കിട്ടുന്നതെന്ന് ചെയ്തു നോക്കണേ. ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികളുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണേ. ആ കുമിളകൾ അങ്ങനെ വരുന്നത് മണ്ണിൽ ഉള്ള വായുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ കുട്ടികൾക്ക് ഒത്തുചേർന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. അപ്പം ഇതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മണ്ണിലെ ജലാംശം. ഇതും ഒരു ചെറിയ പരീക്ഷണമാണ്. മണ്ണിൽ ജലാംശമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള. ഇതെങ്ങനെ കണ്ടെത്തുക? ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിച്ച് ഒരു സുതാര്യമായ കുപ്പിയിലാക്കുക.
സുതാര്യം വേഗം വെച്ചാൽ സാധാരണ ഒന്നുമില്ലാത്തൊരു കുപ്പിയിൽ ആക്കുക. കുപ്പി അടച്ച് വെയിലത്ത് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് പരിശോധിക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ കണ്ടെത്തി? കുപ്പിയുടെ വശങ്ങളിൽ എന്താണ് കാണുന്നത്? ഇതെങ്ങനെ വന്നു? ഇതൊക്കെ മക്കൾ കണ്ടെത്തി ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണേ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും ഈ കുപ്പി വെയിലത്ത് വെക്കുമ്പോൾ? അപ്പോൾ കുപ്പീൻ്റെ സൈഡിലൊക്കെ ഒരു ഈർപ്പം പോലെ കാണാം അല്ലേ? ഇങ്ങനെ ഒരു നനവ് വന്നതുപോലെ നിൽക്കുന്നത് പോലെ കാണാം. ഈ വെയിലത്ത് മണ്ണ് ചൂടാകുമ്പോൾ അതിന് മുകളിലോട്ട് കുപ്പീൻ്റെ സൈഡിലിങ്ങനെ മാറ്റങ്ങൾ കാണാൻ പറ്റും. അതെന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് മക്കൾ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി ചെയ്യണം കേട്ടോ. ഇതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മണ്ണിലെ ജൈവാംശം. ഇതൊരു ചെറിയ പരീക്ഷണമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ്സിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറയ്ക്കുക. ഇതിലേക്ക് ജലം ഒഴിച്ച് നന്നായി ഇളക്കുക. എന്താണ് കാണാൻ കഴിയുക? എന്താണ് കാണാൻ കഴിയുന്നതെന്ന് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി വെക്കണേ. അപ്പം ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും ജീവികളുടെ അവശിഷ്ടങ്ങളും അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ചെടികൾ നന്നായി വളരുന്നത്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. അപ്പോൾ മക്കളെ, നിങ്ങളുടെ വീട്ടുപരിസരത്ത് എവിടെയാണ് കൂടുതൽ ജൈവാംശമുള്ള മണ്ണെന്ന് കണ്ടെത്തണേ. ഈ ചിത്രം കണ്ടില്ലേ? ഇതെവിടെ ഒരു അച്ഛനും മകനും ഒരു തൊഴിൽ ചെയ്യുകയാണല്ലേ. അവർ മണ്ണ് കൊണ്ട് ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങൾ, കുറച്ച് ജീവികളുടെ രൂപങ്ങൾ, അങ്ങനെയൊക്കെ ഓരോന്നല്ലേ. അപ്പോൾ മണ്ണ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ജീവിതമാർഗമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു തൊഴിലായി എടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം മണ്ണ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും അല്ലാതെ പല കാര്യങ്ങൾക്കും അല്ലേ, മണ്ണ് നമ്മൾക്ക് വളരെ പ്രയോജനപ്പെട്ടൊരു ഒന്നാണ്. ഇത് കണ്ടില്ലേ? ഇതിൽ ഇങ്ങനെ മണ്ണിൽ കൃഷി ചെയ്ത അങ്ങനെയൊക്കെയുള്ളൊരു ചിത്രമാണല്ലേ. കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷീൻ്റെ വിളവെടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ മണ്ണിനെ ആശ്രയിച്ച് കഴിയുന്ന ജീവികളൊക്കെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. ഇങ്ങനെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ മണ്ണിനകത്തും പുറത്തുമായി വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണിനെ ആശ്രയിക്കുന്നു. മണ്ണ് മലിനമാകാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിൽക്കാനാവും. അപ്പം മണ്ണിനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം അല്ലേ. നമ്മൾ മലിനമാക്കിയാൽ അതിൻ്റെ ദോഷങ്ങളെല്ലാം നമുക്ക് തന്നെയാണ്. നമുക്കും മണ്ണിനെ ആശ്രയിച്ച് കഴിയുന്ന മറ്റ് ജീവികൾക്കൊക്കെ തന്നെ അല്ലേ. അത് നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിക്കും, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി വേണം മണ്ണിനെ കൈകാര്യം ചെയ്യാൻ. മണ്ണ് നന്നായിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. വിലയിരുത്താം. ഇത് കണ്ടില്ലേ, 4 കള്ളികളുണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ അത് ഫസ്റ്റ് പറയുന്നത് എന്താ? ആശയപ്പടം പൂർത്തിയാക്കൂ. അപ്പം ഓരോ കള്ളിയിലുള്ളതും നമുക്കൊന്ന് വായിച്ചു നോക്കാം. മണ്ണിലെന്തെല്ലാം? അടുത്ത മണ്ണിലെ ജീവികൾ, ജലത്തിൻ്റെ ഉപയോഗം, ജലസ്രോതസ്സുകൾ. അപ്പം നടുക്ക് ജലവും മണ്ണും. അപ്പം ജലവും മണ്ണും എന്നുള്ള പാഠഭാഗത്തിൽ ആ 2 ഭാഗം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വിലയിരുത്താൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് മണ്ണിലെന്തെല്ലാം. അപ്പോൾ എന്തെല്ലാം മണ്ണിലുള്ളത് മക്കൾക്കറിയില്ലേ? വായുണ്ട്, ജലാംശമുണ്ട്, ജൈവാംശമുണ്ട് അല്ലേ. മണ്ണിലെ ജീവികൾ അപ്പോൾ ഏതൊക്കെയുണ്ട്? മണ്ണിര, ഉറുമ്പ്, പഴുതാര. പിന്നെ ജലത്തിൻ്റെ ഉപയോഗം, കുടിക്കാൻ, പാചകം ചെയ്യാൻ, കൃഷിക്ക്. അടുത്ത ജലസ്രോതസ്സുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചാൽ കിണർ, നദി, കടൽ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ജലവും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണും എന്നുള്ള ഭാഗത്തിനെ രണ്ടിനെയും വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് കേട്ടോ. അപ്പം മണ്ണിലുള്ള കാര്യങ്ങളും ജലം കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിലിപ്പം പറഞ്ഞത്. വിലയിരുത്താം അല്ലേ. ഒന്നും കൂടെ തന്നിട്ടുണ്ട് വിലയിരുത്താൻ അല്ലേ. നമുക്ക് നോക്കാം. കുട്ടനും കൂട്ടുകാരും കളിക്കാനായി നദീതീരത്തെത്തി. അവർ കഴിച്ച മിഠായിയുടെ കവറുകൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നദിയിലെ മീൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ നദി.
ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? അപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് തന്നേക്കുന്നത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മീൻ പറഞ്ഞ കാര്യത്തോട്, നിങ്ങൾക്ക് വീട് പോലെയാണ് ഞങ്ങൾക്ക് ഈ നദി എന്ന് മത്സ്യം പറഞ്ഞല്ലോ, ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പം ആ അഭിപ്രായത്തോട് മക്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും യോജിക്കുന്നു അല്ലേ? കാരണം മിഠായിയുടെ കവറുകളും മറ്റും നദിയിലേക്ക് ഇട്ടാൽ നദിയിലെ വെള്ളം മലിനമാകും. അങ്ങനെ മലിനമായ വെള്ളത്തിൽ ജീവിക്കുന്നത് ജലജീവികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അവർക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കിട്ടുന്നത് അവർ താമസിക്കുന്ന ഈ നദിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നദിയിലേക്കും മണ്ണിലേക്കും വെള്ളത്തിലേക്കും മണ്ണിലേക്കും ഒന്നും നമ്മളൊന്നും മലിനമായ വസ്തുക്കളൊന്നും വലിച്ചെറിയരുത് അല്ലേ? അത് അവിടെ താമസിക്കുന്ന ജീവികൾക്കായാലും നമുക്കായാലും എല്ലാവർക്കും തന്നെ അത് അപകടമാണ് അല്ലേ? എല്ലാവരുടെയും ജീവന് തന്നെ അത് ഭീഷണിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്? നാം ഓരോരുത്തരും ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റെല്ലാ തരത്തിൽപ്പെട്ട മാലിന്യങ്ങളും നദിയിലോ മറ്റോ ജലസ്രോതസ്സുകളിലോ എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് കവറുകളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് പഞ്ചായത്തുകളിൽ നിന്നും മറ്റ് ശേഖരിക്കാൻ വരുന്ന പ്രത്യേകം ആളുകളെ ഏൽപ്പിക്കേണ്ടതാണ്. ഫാക്ടറികളിൽ നിന്നും ഉള്ള അവശിഷ്ടങ്ങൾ നദിയിലേക്ക് തള്ളാതിരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മാരകമായ അസുഖങ്ങൾ പിടികൂടും അല്ലേ? ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ശേഖരിച്ച് നന്നായി പൊടിച്ചെടുക്കുക. ചാർട്ട് പേപ്പറിൽ പൂക്കളുടെയും മറ്റ് ചിത്രങ്ങൾ വരച്ച് പൊടിച്ചെടുത്ത മണ്ണ് പശയുപയോഗിച്ച് ചിത്രങ്ങളിൽ പതിപ്പിക്കുക. ഒന്നതാണ്. രണ്ടാമത്തെ വിവിധ ഇനം മണ്ണുകൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുക. ഇതെല്ലാം മക്കൾ ഇതെല്ലാം ചെയ്തു നോക്കണേ. സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തു നോക്കണം. അപ്പം നമ്മുടെ പാർട്ട് 2 മണ്ണ് എന്നുള്ള ഭാഗം ഇവിടെ കഴിഞ്ഞു. അപ്പം ജലവും മണ്ണും എന്നുള്ള പരിസരപഠനം 3ാം സ്റ്റാൻഡേർഡിലെ പരിസരപഠനത്തിലെ ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് വായിച്ചു വെക്കുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണേ കേട്ടോ.